നമസ്കാരം. പലപ്പോഴും നമ്മൾ നല്ല ബാസ്മതി റൈസാണെന്ന് വിചാരിച്ച് വാങ്ങിക്കുന്നത് ബാഗിൻ്റെ പുറത്ത് കാണുന്ന ഇതുപോലെ നല്ല അടിപൊളി പുലാവിൻ്റെ പടവും പിന്നെ ഇതിനെ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നതെന്ന് നോക്കിയാണ്. നമുക്ക് കാണാൻ സാധിക്കും ദ ലോങ്ങസ്റ്റ് റൈസ് ഇൻ ദ വേൾഡ്, ഏജ്ഡ്, aromatic, ഫ്രം ദ ഹിമാലയാസ്. ഇതൊക്കെ കണ്ട് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ കുഴഞ്ഞും മുറിഞ്ഞും ഇരിക്കും. ഒരു മസാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെ നമുക്ക് നല്ല ബാസ്മതി റൈസ് തിരഞ്ഞെടുക്കാമെന്ന് എനിക്കറിയാവുന്നതുപോലെ പറഞ്ഞുതരാം. മിക്കവാറും നല്ല ബ്രാൻഡ്സിനൊക്കെ ബാഗിൻ്റെ സൈഡിൽ ഇതുപോലെ വിൻഡോ ഉണ്ടാകും. അതിലൂടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ലൂസ് റൈസ് ആണെങ്കിൽ നമുക്ക് കയ്യിലെടുത്ത് നോക്കാം. ഞാനിവിടെ ഈ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ബാസ്മതി റൈസ് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. ഈ അരിയുടെ സൈഡെല്ലാം നല്ല ട്രാൻസ്പെറൻ്റ് ആണ്, ഒരു ഗ്ലാസി അപ്പിയറൻസ് ആണ്. നടുക്കൊരു സോളിഡ് വൈറ്റ് സ്പോട്ട് കാണാം ഇങ്ങനെ നീളത്തിൽ. ക്ലോസപ്പ് കാണിച്ചു തരാം, അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റും. സൈഡെല്ലാം ട്രാൻസ്പെറൻ്റ് ആൻഡ് ഗ്ലാസി, നടുക്ക് നീളത്തിൽ സോളിഡ് വൈറ്റ് സ്പോട്ട്. ഇത്ര അരിയാണ് നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു പോവുകയും മുറിഞ്ഞു പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ലൂസ് ബാഗ് ആണെങ്കിൽ കയ്യിലെടുത്ത് നോക്കുകയോ അല്ലെങ്കിൽ ബാഗിനുള്ളിലൂടെ നോക്കി ഇതുപോലത്തെ അപ്പിയറൻസ് ഉള്ള അരികൾ കൂടുതലുണ്ടെങ്കിൽ ആ അരികൾ വാങ്ങാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് വളരെ നല്ല ക്വാളിറ്റി റൈസ് എങ്ങനെ ഇരിക്കും നോക്കാം. ഇപ്പം ഞാൻ കയ്യിലെടുത്തിരിക്കുന്ന ബാസ്മതി റൈസ് നല്ല നീളമുണ്ട്. നീളം മാത്രമല്ല, അതിന് അത്യാവശ്യം വണ്ണമുണ്ട്. കാണാനൊരു ഐശ്വര്യമൊക്കെ ഉണ്ട്. നല്ല ഐവറി കളർ, ഒരേ ഷേപ്പാണ് എല്ലാ റൈസിനും. വൈറ്റ് സ്പോട്ടുകളോ മറ്റോ ഒരു ഡിഫക്റ്റും കാണാനില്ല. നല്ല സ്റ്റാൻഡേർഡ് നല്ല ക്വാളിറ്റി റൈസാണിത്. ഈ അരി ഉപയോഗിച്ചുണ്ടാക്കിയ പുലാവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ റൈസ് വേറൊരു ബ്രാൻഡാണ്. നല്ല നീളം അത്യാവശ്യത്തിന് വണ്ണമുണ്ട്. പക്ഷേ ഇതിനകത്തൊരു 50% അരികളിൽ ഇതുപോലെയുള്ള സ്പോട്ടുകളുണ്ട്. അതുകൊണ്ട് ഇത് ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു പോവുകയും മുറിഞ്ഞു പോവുകയും ചെയ്യും. വേവൊരൽപ്പം കൂടിപ്പോയാൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് ഈ അരി കിട്ടില്ല. അടുത്ത ബ്രാൻഡ് നോക്കാം. ഇത് നല്ല അരി തന്നെയാണ്. പൊട്ടിപ്പോകാനും മുറിഞ്ഞു പോകാനും റെഡി ആയിട്ടുള്ള അരികൾ വളരെ കുറവാണ് ഇതിനകത്ത്. കൂടാതെ നല്ല നീളമുള്ള അരികളാണ്. വണ്ണം അല്പം കുറവാണ്. നമുക്ക് ചോറിന് നല്ല നീളം വേണമെങ്കിൽ അരിക്ക് നീളവും വണ്ണവും ഒരുപോലെ വേണ്ടി വരും. ഇത് നല്ലവണ്ണം പോളിഷ് ചെയ്യാത്ത അരി ആയതുകൊണ്ട് ഒരൽപ്പം ബ്രൗൺ കളർ കൂടുതലുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ചോറായി കഴിയുമ്പോൾ അത്ര കണ്ടങ്ങോട്ട് നീളവും കാണില്ല. എങ്കിൽ തന്നെ ഇതൊരു നല്ല അരിയാണ്. ഇനി മറ്റൊരു ബ്രാൻഡ്. ഈ അരി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, എല്ലാം ഒരേ ഷേപ്പിലല്ല ഇരിക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡായിട്ട് പോളിഷ് ചെയ്തിട്ടില്ല. ചിലതിൽ തവിടിരിപ്പുണ്ട്, ചിലത് കൂടുതൽ വൈറ്റ് ആണ്, ചിലത് കൂടുതൽ ബ്രൗൺ ആണ്. ഒരു 20% അരിയിൽ വൈറ്റ് സ്പോട്ടുകളുണ്ട്. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു ക്വാളിറ്റി അരി എന്ന് ഇത് പറയാൻ പറ്റില്ല. ഇതൊരു ആവറേജ് അരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ കാണിച്ചിരിക്കുന്ന റൈസും അത്ര കണ്ട് ക്വാളിറ്റി ഇല്ലാത്തൊരു റൈസാണ്. ഇനി കാണിക്കാൻ പോകുന്നത് പാർബോയിൽഡ് ബാസ്മതി റൈസ്. ഇതിനെ സെല റൈസ് എന്നും പറയാറുണ്ട്. ഇതിൻ്റെ പ്രത്യേകതകൾ, ഇതിൻ്റെ കുക്കിംഗ് മെത്തേഡ് അല്പം ഡിഫറെൻ്റ് ആണ്. അങ്ങനെ അങ്ങ് കുഴഞ്ഞു പോകത്തില്ല. സാധാരണയായിട്ട് ഈ റൈസ് ആരോമാറ്റിക് ആയിരിക്കില്ല. പിന്നെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് റെഗുലർ ബാസ്മതി റൈസിനെ കഴിഞ്ഞും കുറവാണ്. അതുകൊണ്ട് ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് റെഗുലർ ബാസ്മതി റൈസിനെ കഴിഞ്ഞും നല്ലത് ഈ റൈസ് തന്നെയാണ്. നമ്മൾ സാധാരണ അരി, പുഴുങ്ങിയ അരി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പുഴുങ്ങിയ ബാസ്മതി റൈസ്, പാർബോയിൽഡ് ബാസ്മതി റൈസ്. ഇനി ലോകത്ത് ഏറ്റവും നീളം കൂടിയതെന്ന് പറയപ്പെടുന്ന ഒരു ബാസ്മതി റൈസ് ഉണ്ട്. ന്യൂഡൽഹിയിലെ പ്യൂസ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന റിസർച്ച് സെൻറ്ററിൽ ഇന്ത്യൻ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഹൈബ്രിഡ് റൈസാണ് XXL 1121 ബാസ്മതി. ഇത് പൂസ റൈസ് എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ചില പോപ്പുലർ 5-സ്റ്റാർ ഹോട്ടലുകൾ പുലാവിനും ബിരിയാണിക്കും വേണ്ടി ഉപയോഗിക്കാറുണ്ട്. നല്ല നീളമുള്ള പുലാവ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഈ അരിയുടെ പ്രത്യേകത ഇതിൻ്റെ ഇലോങ്ങേഷൻ റേഷ്യോ എന്ന് പറയുന്നത് 2.5 ടൈംസ് ആണ്. ഈ ചാർട്ടിൽ വിവിധ ബാസ്മതി അരികളുടെ ഇലോങ്ങേഷൻ റേഷ്യോ ആണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അരിയുടെ നീളത്തിൻ്റെ എത്ര ശതമാനം കണ്ടത് ചോറായി കഴിയുമ്പോൾ നീളം വർദ്ധിക്കും എന്നുള്ളതാണ് ഇലോങ്ങേഷൻ റേഷ്യോ. ടൂസ റൈസ് അല്ലെങ്കിൽ XXL 1121 എന്ന് പറയുന്നത് ഒരു ബ്രാൻഡിൻ്റെ പേരല്ല, ഇതൊരു റൈസിൻ്റെ വെറൈറ്റിയാണ്. നമ്മളിതിപ്പോൾ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തി വാങ്ങിക്കണം. കാരണം പല ഫേക്ക് റൈസുകളും ഈ പേര് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്ലെയിം സത്യമാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് കുക്ക്ഡ് കേർണൽ ലെങ്ത്, കുക്ക് ചെയ്തിരിക്കുന്ന ചോറിൻ്റെ നീളം 22 millimeters. അതായത് ഏകദേശം 1 ഇഞ്ചിനോട് അടുപ്പിച്ച നീളം ഈ ചോറിനുണ്ടാവണം. നമുക്കൊന്ന് നോക്കാം. വളരെ കറക്റ്റാണ്. പറഞ്ഞിരിക്കുന്ന പോലെ 22 millimeters ഈ ചോറിന് നീളമുണ്ട്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഒരു ലൈക്ക് തരാനും കമൻറ്റ് ഇടാനും മറക്കരുത്. ഇത്തരം ഇൻഫർമേഷനുകൾക്കും പല മറുനാടൻ രുചികൾക്കുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.